നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കാസർഗോഡ് വിവിധ സ്കൂളുകളിൽ നടന്ന ഗുരുപൂജയുമായി ബന്ധപ്പെട്ട് ചിലർ നടത്തുന്ന അപവാദ പ്രചാരണങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഗുരുപൂർണിമ ദിവസം ഗുരുക്കന്മാരെ ആദരിക്കുന്നതിൽ എന്തിനാണ് ഒരു വിഭാഗം ഇത്രയധികം അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? ഈശ്വരന് തുല്യമായി ഗുരുവിനെ, അധ്യാപകനെ കാണുന്നതിൽ എന്ത് അപരാധമാണ് ഉള്ളത്? ഇന്ന് നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ചേരുന്ന അതിഥികൾ LDFന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഒപ്പം ഭാരതീയ വിദ്യാനികേതൻ മുൻ അക്കാദമിക് പ്രമുഖും അധ്യാപകനുമായ അരുൺ മോഹൻ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ അരുൺ മോഹൻ, ഗുരുപൂർണിമ ദിവസം ഗുരുവന്ദനം നടത്തുമ്പോൾ, ഗുരുപൂജ നടത്തുമ്പോൾ എന്തിനാണ് അതിനെ ഇത്രയധികം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്? അവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ് നടത്തിയത്. പക്ഷേ അവിടെ ജാതീയമായ ചിന്തകൾ വരുത്തി തീർത്തുകൊണ്ട് ഇത്രയധികം അസഹിഷ്ണുത തീർത്തത് ആരാണ്? അല്ലെങ്കിൽ ആർക്കാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇത് കടക്കേണ്ടതിൻ്റെ ആവശ്യം? ചർച്ചയ്ക്ക് ഈ വിഷയമെടുത്ത ജനടിവി ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ വിഷയത്തില് ഭാരതീയ വിദ്യാനികേതന്റെ വിദ്യാലയങ്ങളിലാണ് ഗുരുപൂജ സംഘടിപ്പിച്ചത് ഇപ്പോൾ വിവാദമാക്കാൻ ചിലർ ബോധപൂർവ്വം പരിശ്രമിക്കുന്നു. ഈ പരിശ്രമം അവർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അന്റോണിയോ ഗ്രാംഷിയുടെ കാലഘട്ടം മുതൽ തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. കൾച്ചറൽ മാർക്സിസത്തിന്റെയൊക്കെ അപ്പോസ്തലൻ അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ അന്റോണിയോ ഗ്രാംജി, ഫെഡറിക് മാർക്രൂസ്, ഇങ്ങനെയൊക്കെയുള്ള തത്വചിന്തകന്മാര് ഏതെങ്കിലും ഒരു രാജ്യത്ത് കമ്മ്യൂണിസം ഉണ്ടാകണമെങ്കിൽ, അത് വളരണമെങ്കിൽ ആ നാടിന്റെ കൾച്ചറിനെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞ അവരുടെ ഒരു തിയറിയുണ്ട്. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. ക്യാൻസൽ കൾച്ചർ എന്ന് തന്നെയാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. ഈ ക്യാൻസൽ കൾച്ചർ ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് ഭാരതീയമായതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇത് ഇന്നും ഇന്നലെ അവർ തുടങ്ങിയതല്ല. ഈ പരിശ്രമം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൃഗീയമായ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ കേരളത്തിലുള്ളത്. അതുകൊണ്ട് അവരിത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. മുമ്പ് രക്ഷാബന്ധനെതിരെ ഉണ്ടായിരുന്നു, ഗുരുപൂജയ്ക്കെതിരെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോ പ്രത്യേകിച്ച് ആശയ ദാരിദ്ര്യം വന്നിരിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിക്ക് അവരുടെ തന്നെ പാർട്ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിദ്യാർത്ഥി സംഘടന വളരെ വീക്കാണെന്നും അവര് പോരാ എന്നുള്ളതൊക്കെ അവരുടെ പാർട്ടി റിപ്പോർട്ട്, അതൊക്കെ അവരുടെ കാര്യമാണ്. അപ്പൊ ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ച് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മാത്രം ഉദ്ദേശിക്കുന്നതിന്റെ പേര് കാട്ടിക്കൂട്ട് ചില ഗിമ്മിക്കുകൾ മാത്രമാണ്. ഇതിനെയൊന്നും സാക്ഷര കേരളം ഗൗരവപരമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇത് ഒരു സൈദ്ധാന്തികപരമായ അടിത്തറയുടെ അടിസ്ഥാനത്തിൽ അവരുടെ നേതാക്കന്മാർ തന്നെ ഉപദേശിച്ചു കൊടുത്ത് ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോര വാരിക്കുന്നത് പോലെ കുറച്ചു പേരെ ഇറക്കി വിടുന്നു. വിദ്യാഭ്യാസ മന്ത്രി ദൗർഭാഗ്യവശാൽ അതിന് താളം തുള്ളുന്നു, ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നു. സമീപകാലത്ത് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആശുപത്രി കെട്ടിടം വീണ് സ്ത്രീ മരിച്ച വിഷയം ഉൾപ്പെടെ ഈ സർവകലാശാലകളിലെ ഓഡിറ്റിംഗ് വേണ്ട എന്ന് തീരുമാനിച്ച ഉന്നത വിദ്യാഭ്യാസ രംഗമൊക്കെ പറയാതിരിക്കുകയാണ് നല്ലത്. കീമിന്റെ റിസൾട്ട് ഹൈക്കോടതി റദ്ദ് ചെയ്യുന്ന പ്രത്യേക സാഹചര്യം ഉണ്ടായി. ഈ വിഷയങ്ങളൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് ഗുരുപൂജയാണ് ഇവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയം. എന്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, ഇതിൽ ആരാണ് പരാതിക്കാർ? നമ്മളൊരു വിഷയം കൺസിഡർ ചെയ്യുന്ന സമയത്ത് പരാതിക്കാരുള്ള സമയത്തല്ലേ അതിന്റെ പേരിൽ ബാലാവകാശ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ പോലീസോ ഒക്കെ നടപടികൾ സ്വീകരിക്കണം. ഇതിൽ ആരാണ് പരാതിക്കാര്? തങ്ങളുടെ കുട്ടികൾ ഗുരുഭക്തരായി വളരണം എന്നുള്ളത് വിദ്യാനികേതന്റെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്ന ഓരോ മാതാപിതാക്കളുടെ ആവശ്യമാണ്. ഈ കെട്ടകാലത്ത് കുട്ടി നന്നായി വളരണമെന്നുണ്ടെങ്കിൽ അതല്ലാതെ മറ്റു ഓപ്ഷൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ കേരളത്തിൽ 360-ൽ പരം വിദ്യാലയങ്ങളാണ്. ഈ അടുത്ത് നിങ്ങൾ കാസർഗോഡിന്റെ കാര്യം പറഞ്ഞു. മറ്റേ ഞാൻ ഇന്നിപ്പോ ഈ ചർച്ചയിലേക്ക് കയറുന്നതിന് മുന്നേ കണ്ട് മാവേലിക്കര വിദ്യാരാജ്യ വിദ്യാമന്ദിരം സൈനിക് സ്കൂളാണ്. 2800-ൽ പരം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അപ്പൊ ഇങ്ങനെ ചില വിദ്യാലയങ്ങളെ ടാർഗറ്റ് ചെയ്ത് തകർക്കുക എന്നുള്ളൊരു നീക്കം അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെ ചെലവിൽ വിദ്യാനികേതനെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നു, താല്പര്യപ്പെടുന്നു. അങ്ങനെ ഏതായാലും ഗുരുപൂർണിമ ഇത്രയേറെ, ഗുരുപൂർണിമയെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്രയും വിശാലമായി ആഘോഷങ്ങൾ നടക്കുന്നു എന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കാൻ SFIയും അതേപോലെ തന്നെ CPM-ഉം ചില മാധ്യമങ്ങളും ഒക്കെ നടത്തുന്ന പരിശ്രമങ്ങളോട് നന്ദിയാണ്. സത്യം പറഞ്ഞാല് ഈ ചിന്താഗതിയെ സ്നേഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ അരുൺ മോഹൻ, താങ്കളിലേക്ക് എത്താം. അതിനു മുൻപ് നമ്മുടെ ഈ വിഷയത്തിൽ
നമ്മളോടൊപ്പം പ്രേക്ഷകരും ചേരുന്നുണ്ട് അവരുടെ അഭിപ്രായവുമായി. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും പ്രസന്നമണി ഇപ്പോൾ ടെലിഫോണിൽ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ പ്രസന്നമണി, എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് വളരെ വേദനയോടെയാണ് ഈ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ മീഡിയാസിൽ ഇത് കണ്ടതും. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഭാരതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ദേശീയതയിലും നമ്മുടെ ഹിന്ദു എന്നുള്ളതിനേക്കാൾ ഉപരി സനാതനധർമ്മ അധിഷ്ഠിതമായിട്ടുള്ള സംസ്കാരത്തിലും പൈതൃകത്തിലും ഒക്കെയാണ്. പൂർണ്ണമായും വളരെ ബോധപൂർവം ഇതിനെ നശിപ്പിച്ച് നമ്മുടെ നാടിനെ നശിപ്പിച്ച് എല്ലാ അർത്ഥത്തിലും ഭാരതീയ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാദി തീവ്രവാദികളുടെ ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ അവസാന ഭാഗമായിട്ടാണ് ഇപ്പോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഗുരുക്കന്മാരെ വന്ദിക്കുക, നമ്മുടെ അച്ഛനെ, നമ്മുടെ അമ്മയെ, നമ്മുടെ സഹോദരിമാരെ ഒക്കെ വന്ദിക്കുക എന്ന് പറയുന്ന ആ ഒരു മഹത്തായ സംസ്കാരം ഭൗതിക ജീവിതത്തിൽ മാത്രം, ഭൗതിക സുഖഭോഗങ്ങളിൽ മാത്രമാണ് സംതൃപ്തി എന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലൂടെ വളരുന്ന ഇവർക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതല്ല. വളരെ വേദനയോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ആ ധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന്, നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതിന്, നമ്മുടെ മൂല്യത്തെ ഇല്ലാതാക്കി മുഴുവൻ നാടിനെയും സംസ്കൃതിയെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ അധമന്മാരുടെ പ്രവർത്തനത്തെ എത്രമാത്രം നമ്മൾ സംഘടിതരായി നിന്നുകൊണ്ട് ഇവരെ എന്താ പറയുക, ഇവരെ ഈ രാക്ഷസീയ വർഗത്തെ പരാജയപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകുന്ന ആൾക്കാരുള്ള നമ്മുടെ നാടാണിത്. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി വളരെ വേദനയോടുകൂടി പറയുവാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ പ്രസന്നമണി അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ PM സുരേഷ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ ഗുരുവന്ദനം നടത്തിയ കുട്ടികൾക്ക് പരാതിയില്ല, അധ്യാപകർക്ക് പരാതിയില്ല, രക്ഷിതാക്കൾക്ക് പരാതിയില്ല, ആ നാട്ടുകാർക്ക് പരാതിയില്ല. പിന്നെ ഇതിനു പിന്നിൽ ആർക്കാണ് ഇത്രയധികം അസഹിഷ്ണുത? അല്ല, ഇത്തരം കാര്യങ്ങളിൽ പരാതി എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ, ഭരണകൂടത്തിൻ്റെ ആളുകളൊക്കെ പ്രതികരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ആർക്കും പരാതിയില്ലാത്ത പല കാര്യങ്ങളും നടക്കുമ്പോൾ അതൊക്കെ ചിലത് നമുക്ക് നമ്മുടേതായ നിയമ സംഹിതയിൽ പാടില്ലാത്തതാണെങ്കിൽ അതിനെ അംഗീകരിക്കാനൊന്നും കഴിയില്ലല്ലോ. പരാതിയില്ല എന്ന ഒരു കാരണം കൊണ്ട് മാത്രമായി ഈ നടപടികളെ ചെറുക്കാൻ അല്ലെങ്കിൽ നടപടിയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു കുറ്റമായിട്ട് ഞാൻ കാര്യത്തിൽ കാണുന്നില്ല. അവിടെ കാണേണ്ടുന്നൊരു വിഷയം ഇത്രയേ ഉള്ളൂ. ഒരു ആധുനിക ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആധുനിക ലോകമാണ്. ആ ലോകം ഇന്ന് ഓരോ ആളുകളുടെയും കൈവിരൽ തുമ്പിൽ ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഇത് പരിപൂർണമായും പാടില്ലാത്തതാണ് എന്നൊന്നും പറയാനൊന്നും ഞാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ചെയ്യാത്തത്. പക്ഷേ ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പൊതുവായ രംഗങ്ങളിലൊന്നും കുട്ടികളെ കൊണ്ടോ മറ്റാളുകളെ കൊണ്ടോ ഒക്കെ ആരെങ്കിലും കാല് കഴുകിപ്പിക്കുക, അത് ഗുരുനാഥൻ്റെതായാലും അത് മറ്റാരുടെയെങ്കിലും ആയാലും ഒക്കെ ചെയ്യിപ്പിക്കുന്നത് ഒരു ശരിയായ രൂപമല്ല എന്നുള്ള അഭിപ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ പാടില്ല, ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നൊന്നും പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് യോജിച്ചതല്ല. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ ആ നടപടികൾ ശരിയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ ആ നടപടിയോട് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ ആ നടപടിക്ക് യാതൊരു കുറ്റവും കുറവും കാണുന്നില്ല എന്ന് സൂചിപ്പിക്കാനും അല്ലേ എന്ന് ചിന്തിക്കാനും അവർക്കുള്ള സ്വാതന്ത്ര്യത്തെയും ഞാൻ അംഗീകരിക്കുകയാണ്. വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് താങ്കൾ പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നവരുടെ ചിന്താഗതിയെ കൂടിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് അതിൽ തെറ്റ്? തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അവരൊരു ദിവസം ആദരിക്കുന്നു, അതിൽ എന്താണ് തെറ്റ്? ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളൊക്കെ പറയുന്നുണ്ട് അവർ ഇവരെ പുഷ്പാർച്ചന നടത്തി ആദരിക്കുകയാണ് ചെയ്തത് എന്നുള്ളത്. നമ്മുടെ ഗുരുക്കന്മാരെ, നമുക്ക് വിദ്യ പറഞ്ഞു തരുന്നവരെ, നമ്മുടെ അധ്യാപകരെ ഒക്കെ നമ്മൾ ആദരിക്കുന്നതിൽ എന്താണ്
തെറ്റ് എന്ന് മനസ്സിലാകുന്നില്ല? അതെന്തുകൊണ്ടാണ്? ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റ് എന്ന് പറയുന്ന ഘടകം എന്താണ്? ആ തെറ്റിനെ നമുക്ക് നിർവചിക്കാനും കഴിയില്ലാത്തൊരു തെറ്റാണത്. അതിനകത്തൊരു നിർവചിക്കാൻ ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയി അവരെ കാല് കഴുകുക, അവർക്ക് കാലിന് മുകളിൽ പുഷ്പാർച്ചന നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള സാങ്കേതികമായി ശിക്ഷാ നിയമത്തിൽപ്പെടുന്ന തെറ്റുകൾ ഏതാണ് എന്നൊന്നും നിർവചിക്കാൻ കഴിയില്ല. അത് മറ്റൊരു തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിൽ തെറ്റ് കാണാൻ കഴിയില്ല. അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മളൊന്നും നിത്യജീവിതത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയും നിത്യജീവിതത്തിൽ ഗുരുക്കന്മാരെ കാണുമ്പോൾ അവരെ കാലൊക്കെ കഴിയിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ഉള്ളത് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അത് അങ്ങനെയല്ല നമ്മൾ രാജ്യത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് അതിനുള്ളിലുള്ള സാമൂഹ്യ ബന്ധങ്ങളും ബന്ധനങ്ങളും അതാണ് ശ്രീ PM സുരേഷ് ബാബു. അതായത് അതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് സാങ്കേതികമായി കാണിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അതിനെ എതിർക്കുന്നതിലൂടെ ആർക്കെങ്കിലും സന്തോഷമുണ്ടാകുമോ? അല്ലെങ്കിൽ അത് എതിർത്ത് അതിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ ആർക്കെങ്കിലുമൊക്കെ അതിനോട് അനുകൂലമായി അല്ലെങ്കിൽ അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നതിൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുണ്ടാകാൻ സാധ്യതയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ അവസരത്തിൽ എന്നുള്ളതാണ്. അതിലേക്ക് വരാം. അതിനു മുൻപ് നമ്മളോടൊപ്പം ഇപ്പോൾ പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ ശ്രീ പ്രവീൺ പ്രസാദ് ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി. ശ്രീ പ്രവീൺ പ്രസാദ്, എന്താണ് ഗുരുപൂജയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ജനൻ TV ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചതിൽ തന്നെ അഭിനന്ദനം. അടുത്തതായി ഞങ്ങൾ ഈ ഗുരുപൂജ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായ SFIക്കും DYFIക്കും അഭിനന്ദനം നേരുന്നു. കാരണം ഇത് ചർച്ചയാകാതെ ഇത്രയും വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഗുരുപൂജ ഇത്ര ആളുകളിലേക്ക് എത്തിച്ചു. പിന്നെ അധ്യാപകർക്ക് വേണ്ടി റീത്ത് വെച്ച SFI ചെയ്ത ആ ഒരു പ്രവൃത്തിയേക്കാൾ ഇതെന്തുകൊണ്ടും ഗുരുക്കന്മാരെ പൂജിക്കാൻ കിട്ടുന്ന ഒരു അവസരം എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതൊരു നല്ല മാതൃകയാക്കി സ്വന്തം മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലെ ഗുരുക്കന്മാരെ ദൈവത്തിനേക്കാൾ മുകളിൽ കാണുന്ന ഒരു സംസ്കാരത്തിലൂടെ വളരാൻ ഭാഗ്യം കിട്ടി. ഗുരുപൂജ ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ അഭിമാനം തോന്നുന്നു. ശരി, വളരെ നന്ദി ശ്രീ പ്രവീൺ പ്രസാദ് പ്രതികരിച്ചതിന്. അതാണ്, അധ്യാപകർക്ക് ശവമഞ്ചമൊരുക്കി അധ്യാപകരുടെ കസേര കത്തിച്ച് അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും അഭികാമ്യമല്ലേ അധ്യാപകരെ കാണുമ്പോൾ ഇരു കൈകളും കൂപ്പി ഒന്ന് വണങ്ങുന്നത്, തങ്ങൾക്ക് വിദ്യ പറഞ്ഞു തരുന്നവരെ ഒന്ന് ആദരിക്കുന്നത് ഒരു ദിവസമെങ്കിലും എന്നുള്ളതാണ്. നമുക്ക് ചർച്ചയിലേക്ക് എത്താം. ശ്രീ അരുൺ മോഹൻ, ഇവിടെ ഗുരുപൂജ അല്ലെങ്കിൽ ഗുരുവന്ദനം എന്തിനാണ് നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ സാങ്കേതികമായി തെറ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ സാങ്കേതികമായി അത്തരം തെറ്റുകളൊന്നുമില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതിനെ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റെന്താണ്? നമ്മുടെ ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം, അത് വേണ്ട എന്ന് പറയുകയും ഭാരതീയ പാരമ്പര്യം അല്ലെങ്കിൽ കേരളത്തിൻ്റെ തദ്ദേശീയമായിട്ടുള്ള തനത് സംസ്കാരമൊക്കെ വേണ്ട എന്ന് പറയുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? കൃത്യമായി ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തെറ്റില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അധ്യാപകർക്കെതിരെ നടക്കുന്ന തെറ്റുകൾ അത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകുന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ അസഹിഷ്ണുത കാണിക്കുന്നവർക്ക് എന്താണ് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അജണ്ടയോ എന്ന് പറയേണ്ടിയിരിക്കുന്നത്? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഒരു രാജ്യത്തിന്റെ കൾച്ചറിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സ്വത്വം എന്താണെന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുക, അതിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുക. വിവേകാനന്ദ സ്വാമികളെ ബൂർഷ്വാ സന്യാസി എന്ന് വിളിച്ച പ്രത്യയശാസ്ത്രമാണ് ഇവരുടേത്. പിന്നീട് അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നു. ഇപ്പൊ കണ്ണൂരൊക്കെ ഇടക്കാലത്ത് രക്തബന്ധൻ എന്ന പേരിൽ DYFI തന്നെ ചില പരിപാടികൾ സംഘടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇപ്പൊ അത് തുടർന്ന് അവർ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞു വന്നത്, ഇത് നാടിൽ ഇഴുകിച്ചേർന്നതാണ്. ഈ നാടിന്റെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ആചാരങ്ങളാണ്. ആചാരങ്ങൾ, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ മൂന്നായി തിരിച്ചറിയാൻ ഈ നാടിനറിയാം. ഏതാണ് ആചരിക്കപ്പെടേണ്ടതെന്നും ഏതാണ് നിരാകരിക്കപ്പെടേണ്ടതെന്നുള്ള കൃത്യമായ ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇപ്പോ ഈ PM സുരേഷ് ബാബു പറയുന്നത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തീവ്രമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു വിഭാഗം നഷ്ടപ്പെട്ടു പോകുമോ, ഇനി ലഘുവായി പറഞ്ഞാൽ മറ്റൊരു വിഭാഗം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്ററാണ്. അത് ഈ നമ്മുടെ വിഷയമല്ല. അതായത് ഇദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ബാബുവിന് മകളോ മകനോ ഉണ്ടെങ്കിൽ അവര് വിവാഹം കഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ
ആ കുട്ടി അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നു കയറുന്ന കുട്ടിക്ക് കാൽപാദം തൊട്ട് നമസ്കരിച്ച് ആ വീട്ടിലേക്ക് വന്ന് കയറുന്ന അദ്ദേഹം അതിനെ എതിർക്കും. അത് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പേഴ്സണലി ഇതെല്ലാം ചെയ്യുകയും പൊളിറ്റിക്കലി ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു മൈലേജ് കിട്ടും, എനിക്ക് മൈലേജ് കിട്ടുന്ന നല്ല വിഷയം, ഒരു വിഭാഗത്തെ പ്രീണിപ്പെടുത്താം എന്നുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗം മാത്രമാണ് വിവാദങ്ങളെന്നാണ്. അപ്പൊ ഇവർ പ്രതീക്ഷിക്കുന്ന എന്ത് തരത്തിലുള്ള ഗുരുപൂജയാണ്, അല്ലാതെ എന്ത് ഗുരുദക്ഷിണയാണ്? ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മഹാരാജാസ് പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചതാണ് ഇവർ ഗുരുദക്ഷിണയായിട്ട് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ സരസു എന്ന് പറയുന്ന അധ്യാപിക റിട്ടയർമെന്റ് ടൈമിൽ അവർക്ക് കുഴിമാടം ഉണ്ടാക്കി അവരെ സ്വീകരിച്ചതാണോ? സദാനന്ദ മാഷ്, ഇന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന ഇതേ സമയം തന്നെ കണ്ണൂരിൽ നിന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട MP, അദ്ദേഹം ഈ രണ്ട് കാലുമില്ലാത്ത ഒരു അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് മാത്രം, ഭാരതീയ ചിന്താഗതികളുടെ സനാതന ധർമ്മത്തിന്റെ ഭാഗമായതിന്റെ പേരിൽ മാത്രമുള്ള അസഹിഷ്ണുത കൊണ്ട് ശാരീരികമായി അദ്ദേഹത്തെ ആക്രമിച്ചാണ്. രണ്ട് കാലും ആ മനുഷ്യന്റെ വെട്ടിക്കളഞ്ഞു. അദ്ദേഹം അതിനു മുമ്പ് ഇടതുപക്ഷ സഹയാത്രികനായ ഒരു മനുഷ്യനായിരുന്നു. ചിന്താഗതി മാറുന്നു, ഭാരതീയമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം ഒന്ന്, ആശയം കൊണ്ട് നേരിടാൻ പരിശ്രമിച്ച് പരാജയപ്പെടുന്ന സമയത്ത് കായികമായി നേരിടുന്നു. ഇതൊക്കെ കേരളം കുറെ കാലങ്ങൾ കണ്ടുപിടിക്കുക. അദ്ദേഹം ഇന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇതേ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് അത് ആകസ്മികമായിട്ടായിരിക്കാം. TP ശ്രീനിവാസൻ സാറിനെ അടിച്ച് താഴെയിട്ടു. ലോകം ആരാധിക്കുന്ന നയതന്ത്രജ്ഞനാണ് അദ്ദേഹം, ഭാരതത്തിന്റെ വക്താവാണ് അദ്ദേഹം, മുൻ വിദേശകാര്യ. അദ്ദേഹത്തെയൊക്കെ അടിച്ചു താഴെയിട്ടപ്പോൾ ഇവർക്ക് എന്താണ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സഹപ്രവർത്തകയോട് എന്താ പറയാ, ഇപ്പൊ എനിക്കൊരു ഡിബേറ്റിൽ നിന്ന് യൂസ് ചെയ്യാൻ വയ്യാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടെ സഹപ്രവർത്തകരെ ആക്രമിക്കുന്നു. എങ്ങനെ അധ്യാപകന്റെ കരണത്തടിച്ച വിഷയം, കൊയിലാണ്ടി ഗുരുദേവ കോളേജിന്റെ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ സാറിന്റെ കരണത്തടിച്ച വിഷയം ഉണ്ടായി. ഇതാണോ ഗുരുപൂജ? ഇനി അത് മാതൃകയാക്കി എല്ലാ വിദ്യാലയങ്ങളിലും നാളെ മുതൽ. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമാണ്. അധ്യാപകനെ ഒരു വർഗമായി കാണുക, വിദ്യാർത്ഥിയെ വർഗമായി കാണുക. ഒരു SFIയുടെ ഒരു നേതാവിന്റെ ഒരു ബൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. എത്ര വിചിത്രമാണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് അധ്യാപക വർഗവും വിദ്യാർത്ഥി വർഗവും തമ്മിലുള്ള സമരത്തിന്റെ ഭാഗം, അതായത് വർഗ സമരത്തിന്റെ ഭാഗമാണ് അധ്യാപകനെ കോളേജിൽ കൂട്ടിയിട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. ഇതിന് കൈയടിക്കുന്ന ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ സുരേഷ് ബാബുവിനെ പോലുള്ള മുതിർന്ന സംഘടനാ പ്രവർത്തകർ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരുത്തയല്ലേ വേണ്ടത്? ജയശമാഷ ക്ലാസ്സിലിട്ട് വെട്ടിക്കൊന്ന പ്രസ്ഥാനം, അതിനെ പിന്നീട് ന്യായീകരിച്ച പ്രസ്ഥാനം, ഇതാണോ ഇവർ പ്രതീക്ഷിക്കുന്ന ഗുരുപൂജ, ഗുരുദക്ഷിണ? ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഈ എന്താ പറയാ, സ്വന്തം സംഘടനയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എന്തിന്റെ പുറകെയും സമസ്ത, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ജിഫ്രിക്കോയെ തങ്ങൾ സമയം നിശ്ചയിച്ചു, ഞാൻ വന്നേക്കാം ചർച്ചയ്ക്കെന്ന് നാണമില്ലാതെ പറഞ്ഞ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്നിപ്പോ ഇതൊന്നും കേരളത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്നു. കേരള സംസ്കാരത്തിന്റെ ഭാഗമല്ല, കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. നിയമസംഹിത, ഏത് നിയമസംഹിത പ്രകാരം, സുരേഷ് ബാബു മുമ്പ് സൂചിപ്പിക്കുന്നുണ്ട്, ഏത് നിയമസംഹിത പ്രകാരമാണ് ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്? അത് പക്ക കോമഡിയല്ലേ? ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാല് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് വരുന്ന സമയത്ത് കൊച്ചുമക്കൾക്ക് ബിസ്ക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതേപോലെ ശ്രീകൃഷ്ണ ജയന്തി ഇത്ര പോപ്പുലർ ആക്കുന്നതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. ശ്രീകൃഷ്ണ ജയന്തിയിൽ കുട്ടികളുടെ ബാലാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് മുമ്പ് ഒരു 5 വർഷം മുമ്പ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. ആ കേസ് എതിരെ പോയി. അപ്പൊ ഇതൊക്കെ താൽക്കാലികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ മറയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന വിവാദങ്ങളാണ്. അധ്യാപകനെ ബഹുമാനിക്കാൻ, കടലിനെ അധ്യാപകനായി കാണുന്ന, ചിലന്തിയെ അധ്യാപകനായി കാണുന്ന, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗുരു എന്ന് പറയുന്ന മഹത്തായ സങ്കല്പത്തെ ഒരു ഗ്രന്ഥമാണെങ്കിൽ അങ്ങനെ കാണുന്ന സിഖ് സംസ്കാരം, സിഖ് മതഗ്രന്ഥമാണ്, അറിയാമോ? അതൊരു മനുഷ്യനോ വ്യക്തിയല്ലല്ലോ, ഒരു മതഗ്രന്ഥത്തെ ഗുരുവായി കരുതി ആരാധിക്കുന്നു. ഭാരതത്തിന്റെ ഭഗവ പതാകയെ ഗുരുവായി കരുതി ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിൽ ആ പൂജ ചെയ്യുന്ന, ആദരവ് അർപ്പിക്കപ്പെടുന്ന മനുഷ്യനെ വ്യക്തിയായിട്ടല്ല അവിടെ കാണുന്നത്. നിങ്ങൾ തന്നെ പറയുന്നത് പോലെ പ്രതീകാത്മകമായി ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ മകുടോദാഹരണമാണ് ശ്രീ ഗുരുപൂജ, ഗുരുദക്ഷിണ എന്ന് പറയുന്നത്. അതിനെ അത്രയും ശ്രേഷ്ഠമായി കാണാൻ ഇവിടുത്തെ ആളുകൾക്കറിയാം. വിവാദമാക്കുന്നത് എന്തിനാണെന്നുള്ള ബോധ്യവും അവർക്കുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതെ, ശ്രീ PM സുരേഷ് ബാബുവിലേക്ക് എത്താം. അതിനു മുൻപ് മലപ്പുറം പള്ളിക്കലിൽ നിന്ന് രാജേഷ് എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജേഷ്, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ ഗുരുവിനെ ആരാധിക്കുക, അതുപോലെ മൂത്തവരെ ബഹുമാനിക്കുക, അച്ഛനെയും അമ്മയുടെയും കാല് വന്ദിക്കുക, അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ നാടിന്റെ തന്നെ സംസ്കാരമാണ്. ഇവിടെ ശബരിമലയ്ക്ക് പോകാൻ കെട്ടുനിറച്ച ഒരു ഭക്തൻ, അയാളെ ഗുരുവിനെ അയാൾ
കാല് തൊട്ട് വന്ദിക്കും. അയാളെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല. ഞങ്ങളൊക്കെ എല്ലാവരും നമ്മളൊക്കെ വിദ്യ പറയുന്നത് പല തരത്തിലുള്ള ആളുകളായിരിക്കും, പല ജാതിയിലോ മതത്തിലോ ഒക്കെ പെട്ടവരായിരിക്കും. അവരൊക്കെ നമ്മൾ ആരാധിക്കാറുണ്ട്, ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. അവരൊക്കെ ജീവൻ തുല്യം സ്നേഹിക്കാറുണ്ട്. അതൊന്നും ഇവിടെ അനുവദിക്കില്ല എന്നൊരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നത് അത് ശുദ്ധ തെമ്മാടിത്തരമാണ്, ശുദ്ധ ഫാസിസമാണ്. അതിനെ ഈ നാട്ടില് മദ്യം, മയക്കുമരുന്ന് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പ്രോത്സാഹിപ്പിക്കുള്ളൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ രാജേഷ് പ്രതികരിച്ചതിന്. നമുക്ക് കാസർഗോഡ് സരസ്വതി വിദ്യാലയത്തിലെ ഈ ഗുരുവന്ദനത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണം കൂടി കേൾക്കാം. ഗുരുപൂജയ്ക്ക് നമ്മൾ ആരുടെ കാലൊന്നും കഴുകിയിട്ടില്ല. നമ്മൾ പുഷ്പാർച്ചന ചെയ്തിട്ട് അവരുടെ അനുഗ്രഹം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പഠിക്കുന്ന തുടക്കം തൊട്ടേ ഇത് നടക്കണ്ടോ ഇവിടെ? ആ ഉണ്ട്. ഇപ്പം ഈ പുറത്ത് നടക്കുന്ന വാർത്തയൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി? സങ്കടം തോന്നി. നമ്മൾക്കൊരു പ്രശ്നമില്ല, പക്ഷെ പുറത്ത് പറയുന്നത് ഇത് ഭയങ്കര മോശമായിട്ടില്ല എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അച്ഛനോടും അമ്മയോട് സങ്കടം പറഞ്ഞു പോയി? പറഞ്ഞു. അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമുക്കെല്ലാം അനുവാദം തന്നിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടതാണ് സൂംബ വിവാദം, ജനറൽ ന്യൂട്രൽ യൂണിഫോം വിവാദം, ഏറ്റവും ഒടുവിലായി മദ്രസ പഠനത്തിനായി സ്കൂൾ സമയമാറ്റം മാറ്റാൻ കഴിയില്ല എന്ന് ശഠിക്കുന്ന മതനേതാക്കൾ. ഇവരുടെ മുന്നിലൊക്കെ ഈ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഇങ്ങനെ കീഴടങ്ങി ചുരുങ്ങി ഇല്ലാതാകുമ്പോഴാണ് ഒരു ദിവസം തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ആദരമർപ്പിച്ചതിൻ്റെ പേരിൽ, അവരെ ഒന്ന് വന്ദിച്ചതിൻ്റെ പേരിൽ ഇത്രയധികം വിവാദം സൃഷ്ടിക്കുന്നത്, ഇത് അനുവദനീയമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്, ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിക്കുന്നത്. ഇത് ഒരു നിലപാടാണെങ്കിൽ കൃത്യമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവം കാണിക്കണ്ടേ? ഇത് ജാതീയവും മതവും എന്നൊക്കെ പറഞ്ഞതിൽ തരംതിരിവ് സൃഷ്ടിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ എല്ലാ അനീതികൾക്കുമെതിരെ പോരാടുന്ന ഒരു സർക്കാരാണ് എങ്കിൽ മതം നോക്കാതെ പെരുമാറണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിൽ, സൂംബ വിവാദത്തിലും യൂണിഫോമിൻ്റെ കാര്യത്തിലും സ്കൂൾ സമയമാറ്റത്തിലുമൊക്കെ അതേ ആർജവം കാണിക്കേണ്ടേ? അവിടെ എന്തുകൊണ്ടാണ് സർക്കാരിനൊരു പിന്നാക്കം പോകുന്ന പ്രവണത ഉണ്ടാകുന്നത്? ജനാധിപത്യത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാത്ത ഒരു ചോദ്യമായിട്ടതിനെ നമുക്ക് കാണേണ്ടി വരും. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടം, ആ ഭരണകൂടത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം ആശയങ്ങളും ആദർശങ്ങളും നടപ്പാക്കാനല്ല, പൊതുവായ എല്ലാ കാര്യങ്ങളിലും അവർക്ക് പൊതു സമീപനം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ജനാധിപത്യ ഭരണകൂടത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എത്തിസ്റ്റ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങളിൽ നിന്നും അധികാരം ഏറ്റുവാങ്ങിയിട്ടാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ആ ഭരണത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, 2026 കേരളത്തിൽ BJPയുടെ ഭരണമുണ്ടാകുമെന്ന്. അതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കണം. എന്നാൽ ഭരണകൂടത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുമുള്ള അവകാശമുണ്ട്, പറയേണ്ടതുമുണ്ട്. അവിടെ തെറ്റില്ല അല്ലെങ്കിൽ പരാതിയില്ല എന്നതിൻ്റെ പേരിൽ എല്ലാത്തിനും ഒരു സ്ലീപ്പിംഗ് മൂഡ് വെക്കാൻ സാധിക്കുകയില്ല. പറയേണ്ടുന്ന കാര്യങ്ങൾ പറയുകയും എന്നാൽ അതിനോട് വിയോജിപ്പുള്ള ആളുകളുടെ ശബ്ദത്തെയും കൂടി കേട്ടുകൊണ്ട് അതുമായി പോകുന്നതിന് ഉള്ള പരിപാടികളെക്കുറിച്ചല്ലാതെ ഇത് താങ്കൾ അങ്ങ് പറയുന്നതിലുള്ള വസ്തുതകൾ വെച്ച് നോക്കിയാൽ കേരളത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ 2 മതജനവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവസാനത്തെ, ഞാൻ ഈ പാദപൂജയെക്കുറിച്ചല്ല പറയുന്നത്, അവസാനത്തെ എന്നോടുള്ള ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായത് ഒരു മതവിഭാഗത്തിന് കീഴടങ്ങുകയും മറുവിഭാഗത്തിന് കീഴടങ്ങുന്നില്ല എന്ന തലത്തിൽ സമീപനമെടുത്ത് ഒരു ചർച്ചയുണ്ടാക്കി, ആശയ സംഘർഷമുണ്ടാക്കി ഈ കേരളത്തെ ആ തരത്തിൽ ആ ചർച്ച പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതും ഇതേ സർക്കാർ തന്നെയല്ലേ? അത്തരമൊരു ചിന്താഗതിയിലേക്ക് എത്തണമെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടല്ലേ? കാരണം
ഗുരുവന്ദനത്തിനെ എതിർക്കുന്നു, ബാലാവകാശ കമ്മീഷൻ സ്വയമേവ കേസെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കുട്ടികളുടെ കായിക ശേഷിയും അല്ലെങ്കിൽ ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്ന സൂംബ നൃത്തമായിക്കൂടാ, അവിടെ ജനറൽ ന്യൂട്രൽ യൂണിഫോം ആയിക്കൂടാ, പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരുപോലെയുള്ള വസ്ത്രധാരണം പാടില്ല എന്ന് പറയുന്നു. 24 മണിക്കൂറല്ലേ ഉള്ളൂ, അവിടെ സ്കൂൾ സമയം മാറ്റാൻ കഴിയില്ല, മദ്രസ പഠനം കഴിഞ്ഞു മതി സ്കൂൾ സമയം എന്നുള്ള തരത്തിലുള്ള ഒരു മത നേതാവിൻ്റെ ചിന്താഗതി പൊതുസമൂഹങ്ങളിലൊക്കെ വരുന്നു. അപ്പോൾ അതിനൊക്കെ കീഴടങ്ങുമ്പോൾ, സർക്കാർ കീഴടങ്ങുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരും. എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തോട് ഇങ്ങനെ മറ്റൊരു വിഭാഗത്തോട് ഇങ്ങനെ എന്നുള്ളത്? അത് പൊതുസമൂഹത്തിൻ്റെ സംശയമാണ് സാർ. പൊതുസമൂഹത്തിന് അങ്ങനെ സംശയമൊന്നുമില്ല. കാരണം ഇവിടെയൊന്നും നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടുമില്ല. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് അത് ചൂരൽ വടിയെടുത്ത് നടപ്പാക്കാനൊന്നും ഒരു ഭരണകൂടം തയ്യാറായിട്ടില്ല. എവിടെയാണ് പിന്നെ സ്കൂൾ സമയം മാറ്റിയിട്ടുള്ളത്? എവിടെയാണ് പിന്നെ സൂംബ വേണ്ട എന്ന് പറയുന്നത്, ആ കായിക വിനോദം വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെയില്ല. ഇല്ല, വേണ്ട എന്നല്ല വെച്ചത്. മത നേതാക്കളുടെ അതിതീവ്രമായ ഇടപെടൽ വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതിൽ വേണമെന്നുള്ള കുട്ടികൾ പങ്കെടുത്താൽ മതി എന്നുള്ളത്. അതേ നിലപാട് ഈ ഗുരുവന്ദനത്തിലും എടുക്കാമല്ലോ. ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിക്കുകയും ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് തേടുകയും ചെയ്യേണ്ടല്ലോ, പറയാമല്ലോ. ഇഷ്ടമുള്ള കുട്ടികൾ അതിൽ പങ്കെടുത്തു, അതിനെന്താണ് തെറ്റ്? ഇഷ്ടമുള്ള കുട്ടികൾ പങ്കെടുക്കട്ടെ, മറ്റു കുട്ടികൾ മാറി നിൽക്കട്ടെ എന്ന് പറയാമല്ലോ. അതല്ലേ ആർജവം? അല്ല അത് ഈ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ നമുക്ക് പറയാലോ എന്തായിരിക്കും തീരുമാനം എന്നുള്ളത്. എന്തായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാൽ, അല്ലെ ഏതെങ്കിലും പരാതിയായിട്ട് കിട്ടിയാൽ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ചുമതല ഭരണകൂടത്തിനുണ്ട് എന്ന പ്രാഥമികമായ ഒരു ചിന്ത ഞാൻ നിങ്ങളെ മുമ്പിൽ ശ്രദ്ധിക്കുകയാണ്. ഈ ഭരണകൂടത്തിനുണ്ടത്. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു, ഇത് നടന്നിട്ടുണ്ട്, അത് നടന്നിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ബാലാവകാശ കമ്മീഷനെ കൊണ്ട് സർക്കാർ കേസെടുപ്പിച്ചു എന്ന അഭിപ്രായത്തിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ബാലാവകാശ കമ്മീഷൻ അത് സ്വതന്ത്ര ഒരു എൻറ്റിറ്റിയാണ്. ആ സ്വതന്ത്ര എൻറ്റിറ്റി എന്നുള്ള നിലയിൽ ബാലാവകാശ കമ്മീഷന്റെ മുമ്പിൽ പരാതിക്കാരനായി കേരളത്തിലെ സർക്കാർ പോയിട്ടില്ല. അവർ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. ആ സ്വമേധയാ കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നു. അവിടെ പോയി കാര്യങ്ങൾ പറയേണ്ടുന്ന ആളുകൾ പറയണം. ഞാനിപ്പോൾ കാസർകോട്ടെ പിന്നെ കുട്ടിയുടെ വാർത്ത കേട്ടു. അയാൾ എന്നാണ് അധ്യാപകനെ വിളിച്ചിട്ടുള്ളത്. പാദപൂജ നടത്തിയത് കൊണ്ട് എന്താ കാര്യം? അഭിസംബോധനയിൽ അധ്യാപകനെ, ഗുരുനാഥനെ അയാൾ എന്നൊരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടു. അത് ഇതൊക്കെ കുട്ടി പറഞ്ഞത് ഞങ്ങൾ ആരുടെയും കാലൊന്നും കഴുകിയിട്ടില്ല, ഞങ്ങൾ വന്ദനം മാത്രമേ നടത്തിയിട്ടുള്ളൂ, അതായത് പുഷ്പങ്ങൾ അർപ്പിച്ച് വന്ദനം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാനും അത് കേട്ടതാണ് ആ കുട്ടി പറയുന്നത്. അതിൽ അയാൾ എന്നൊരു അഭിസംബോധനയേ ഇല്ല. താങ്കൾക്ക് തുടരാം. ഒന്ന് റീപ്ലേ ചെയ്തു നോക്കൂ. പക്ഷേ ഇല്ല, ഞാൻ തർക്കിക്കാനില്ല. അങ്ങനെയല്ല ഉണ്ടായിരുത്തിട്ടില്ല എങ്കിൽ ഞാനത് പിൻവലിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്നു, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ. പക്ഷേ താങ്കളുടെ മാത്രം ഒരു സാറ്റിസ്ഫാക്ഷന് അതൊന്ന് റീപ്ലേ ചെയ്ത് നോക്കൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു വാക്കിൽ അപമര്യാദ താങ്കൾ കണ്ടല്ലോ ശ്രീ PM സുരേഷ് ബാബു. ഒരു വാക്ക് പ്രയോഗത്തിൽ ഒരു അപമര്യാദ താങ്കൾ കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഗുരുക്കന്മാരെ വന്ദിക്കുന്നത് എത്ര നല്ല കാര്യമാണ്. അധ്യാപകർക്ക് ശവമഞ്ചം ഉണ്ടാക്കി കാത്തിരുന്നതും അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് പറയണ്ടേ? കുഴിമാടം തീർത്തത്, അധ്യാപികയുടെ കസേര മുറിയിൽ നിന്ന് എടുത്തു പുറത്തു കൊണ്ടുവന്ന് കത്തിച്ചത് അപമര്യാദയാണെന്ന് പറയണ്ടേ? അത്രയൊന്നും വന്നില്ലല്ലോ ഒരു കുട്ടി, അഥവാ ഒരു നാക്കുപിഴ കൊണ്ട് അയാൾ എന്ന് പറഞ്ഞത്. പ്രാദേശികമായി നമ്മൾ തന്നെ കേൾക്കാറുണ്ട് അയാൾ, നിങ്ങൾ, അങ്ങേർ എന്നൊക്കെ പറയുന്ന ചില പ്രാദേശികമായ വ്യതിയാനങ്ങളൊക്കെ വരാറുണ്ട്. ഇവിടെ അത് മാത്രമാണോ താങ്കൾ കണ്ടെത്തിയ തെറ്റ് ശ്രീ PM സുരേഷ് ബാബു? അത്തരം വാക്കുകൾ എന്നോടാണോ? അതെ, അത്തരം വാക്കുകളെ കുറിച്ചൊന്നും എനിക്ക് പരാതിയില്ല. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഗുരുവന്ദനമായാലും പാദപൂജ നടത്തും. ഞാൻ എൻ്റെ മക്കളെപ്പോലും അവരുടെ വിവാഹത്തിന് എൻ്റെ കാല് തൊട്ട് വന്ദിക്കാൻ അനുവദിക്കാത്തൊരു വ്യക്തിയാണ്. എൻ്റെ മകൻ്റെയും മകളുടെയും കല്യാണത്തിന് അവസാനം നമ്മൾ പോകുമ്പോൾ പിതാക്കന്മാരെ ഗുരുവന്ദിക്കുമ്പോൾ ഞാൻ അനുവദിക്കാറ്. ഞാൻ ആരെയും എൻ്റെ പാദസ്പർശം നടത്താൻ അനുവദിക്കുന്നില്ല. എൻ്റെ കൺവിക്ഷൻ അതാണ്.
എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഒരിക്കൽ ഒരു വിവാഹത്തിന് അതേപോലെ തന്നെ പലർക്കും പലതുണ്ട്. എന്നാൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള അല്ലെങ്കിൽ ഇതിൽ വിശ്വസിക്കാത്ത മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പോലും അവരുടെ പാദങ്ങളിൽ ചെന്ന് ആരെങ്കിലും വന്ദിക്കുമ്പോൾ അതിനെ വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പടിയിൽ തൊട്ട് വന്ദിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. ഇങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ അവരവരുടെ വിശ്വാസത്തിൻ്റെയും പ്രമാണത്തിൻ്റെയും ഭാഗമാക്കി നിലനിർത്തട്ടെ. അതെ, അതുകൊണ്ടാണല്ലോ ശ്രീ PM സുരേഷ് ബാബു ഈ നാടിന്റെ ഐശ്വര്യം കാരണഭൂതൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് തിരുവാതിര കളി വരെ നടത്തിയത്. അതൊക്കെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ കുഞ്ഞിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. താങ്കൾ അത്തരം ഒരു സംശയം ഉന്നയിച്ചതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടി അത് കേൾക്കാം. ഗുരുപൂജയ്ക്ക് നമ്മൾ ആരുടെ കാലൊന്നും കഴുകിയിട്ടില്ല. നമ്മൾ പുഷ്പാർച്ചന ചെയ്തിട്ട് അവരുടെ അനുഗ്രഹം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പഠിക്കുന്ന തുടക്കം തൊട്ടേ ഇത് നടക്കണ്ടോ ഇവിടെ? ഉണ്ട്. ഇപ്പൊ ഈ പുറത്ത് നടക്കുന്ന വാർത്തയൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി? സങ്കടം തോന്നി. നമ്മൾക്കൊരു പ്രശ്നമില്ല, പക്ഷെ പുറത്ത് പറയുന്നത് ഇത് ഭയങ്കര മോശമായിട്ടില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അച്ഛനോടും അമ്മയോട് സങ്കടം പറഞ്ഞു പോയി? പറഞ്ഞു. അവര് സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമുക്കെല്ലാം അനുവാദം തന്നിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ശ്രീ PM സുരേഷ് ബാബു, വാക്കുകൾ വ്യക്തമായി കേട്ടല്ലോ. അവരുടെ എന്നാണ് പറയുന്നത്. അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തി എന്നാണ് പറയുന്നത്. അയാൾ എന്നൊരു ഇല്ല ഇനിയും താങ്കൾ തർക്കിക്കരുത്. ദയവേത് താങ്കൾ തർക്കിക്കരുത്. വളരെ സശ്രദ്ധമാണ് നമ്മൾ. അയാളുടെ കാലൊന്നും കഴുകിയിട്ടില്ല. ഞങ്ങൾ ആരുടെയും ശ്രീ PM സുരേഷ് ബാബു, ദയവേത് തർക്കിക്കുന്നതിന് വേണ്ടി തർക്കിക്കരുത്. ആരുടെയും എന്നാണ് പറയുന്നത്. ആരുടെയും എന്ന് തന്നെയാണ് പറയുന്നത്. അതാണ് ശരിയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ പ്രസംഗമാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഞാനത് പിൻവലിക്കുന്നെന്നും അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അതല്ല, ഇവിടെ നമ്മളൊരാളുടെ വാക്കുകളെ കുറിച്ചല്ല വാക്കുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. പക്ഷെ താങ്കൾ ആ കുഞ്ഞു പറഞ്ഞതിൽ അത് മാത്രം എടുത്ത് പറഞ്ഞതുകൊണ്ട്, അത് ആദ്യം പഠിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് വീണ്ടും റീപ്ലേ ചെയ്തത്. അതിൽ അങ്ങനെ പറയുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ. അതായത് കുട്ടികൾക്കും അധ്യാപകർക്കും അതാദ്യം എന്റേതായ വാക്കുകൾ അങ്ങ് കൂട്ടിച്ചേർക്കരുത്. ഞാനത് ആദ്യം പഠിപ്പിക്കണമെന്നോ അത് ചെയ്തത് തെറ്റായിരുന്നോ അയാളെന്ന് പറയുന്നതാണോ സംസ്കാരം എന്ന് താങ്കൾ ചോദിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഓരോന്നുണ്ട്. ഇല്ല സംസ്കാരം എന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഇല്ലാത്തത് പറയുന്നത്? അത് ചോദ്യമല്ലേ. എനിക്ക് PM സുരേഷ് ബാബു, ഇനി വളരെ അതിശയം തോന്നുന്നു. കാരണം ആ കുട്ടിയുടെ വിഷ്വൽ റീപ്ലേ ചെയ്യാനുള്ള കാരണം തന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. അത് എടുത്തു പറഞ്ഞതുകൊണ്ടും അതിൽ അപമര്യാദ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടുമാണ്. എന്നിട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല എന്നെങ്ങനെ പറയാൻ കഴിയുന്നു? ശ്രീ PM സുരേഷ് ബാബു, നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഇടപെടുന്നത്. അതെ, താങ്കളിലേക്ക് ഗുരുപൂജയോട് അസഹിഷ്ണുത എന്തിന്? ചർച്ച പുരോഗമിക്കുകയാണ്. അതിന് മുൻപ് നമുക്ക് പത്തനംതിട്ട അടൂരിൽ നിന്ന് അശോക് കുമാർ ചേരുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ശ്രീ അശോക് കുമാർ, എന്താണ് താങ്കൾക്ക് നമ്മളോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ? നമസ്തേ. ഇങ്ങനെ ഒരു ചർച്ച ജനം TV നടത്തിയതിൽ അഭിനന്ദനം അറിയിക്കുകയാണ് ആദ്യമായിട്ട്. പിന്നെ ഈ ഗുരുപൂജയെക്കുറിച്ച് വിവാദം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ താല്പര്യമാണ്. പിന്നെ ഭാരതത്തിന്റെ ഗുരുസങ്കല്പമാണ്. അതായത് നേരത്തെ വിശ്വഗുരുവായിട്ടാണ് ഭാരതത്തെ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് നമ്മുടെ വേദവ്യാസ ജയന്തിയാണ്. അപ്പം വ്യാസനെ പൂജിക്കുക, അല്ലെ ഗുരുവിനെ പൂജിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇടയ്ക്ക് ഒരു പോസ്റ്റ് കണ്ടു, ബ്രാഹ്മണ്യം പഠിപ്പിക്കുന്നിടത്തു നിന്നുള്ള ഒരു RSS നടത്തുന്ന സ്കൂളിലാണ് ഇത് നടത്തിയത്. ശരിക്ക് ഗുരുവിനെ കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നതും. അതുപോലെ വേദവ്യാസൻ ആരാണ്? ഇന്ന് ഈ സമൂഹത്തിൽ നമുക്ക് ജാതിയില്ല, വർണ്ണമില്ല. പക്ഷെങ്കിൽ വേദവ്യാസനെ ഏറ്റവും ഇന്ന് സമൂഹം പറയുന്ന പോലെ പിന്നോക്ക ഉള്ള ഇടത്തു നിന്നാണ് ജനിച്ചേക്കുന്നത്. അപ്പം ബ്രാഹ്മണ്യം പഠിപ്പിക്കുന്ന, അപ്പം വേദവ്യാസനെ പൂജിക്കുന്നതും തെറ്റാണോ? നമ്മുടെ ഭാരതത്തിന്റെ
ഗുരുസങ്കല്പത്തെ അപമാനിക്കുകയും ഇത്തരത്തിലുള്ള ഹൈന്ദവീയമായ ആചാരങ്ങളെ അനാദരിക്കുകയും അതിനെ വിവാദമുണ്ടാക്കി സമൂഹത്തിൻ്റെ ഇടയിൽ വിവാദങ്ങൾ വരുത്തുവാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളെ അപമാനിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇത് ഇവരെത്ര നടത്തിയാലും ഈ ഹൈന്ദവീയം സനാതനധർമ്മം ഇവിടെ നിലനിൽക്കും. അതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഇത്രയാണ് പറയണത്. ശരി, വളരെ നന്ദി ശ്രീ അശോക് കുമാർ പ്രതികരിച്ചതിന്. ശ്രീ അരുൺ മോഹനിലേക്ക്. ശ്രീ അരുൺ മോഹൻ, നേരത്തെ ശ്രീ PM സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടിയ ചില വസ്തുതകളുണ്ട്. അതായത് ഒരു സർക്കാരിന് ജനാധിപത്യമായ രീതിയിൽ, ജനാധിപത്യ വ്യവസ്ഥയിൽ അടിയുറച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച സൂംബ വിഷയവും ജനറൽ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യവും അതോടൊപ്പം തന്നെ സ്കൂൾ സമയമാറ്റ ക്രമീകരണവും ഒക്കെ സംബന്ധിച്ച വിഷയത്തിലും അദ്ദേഹം ആ കാര്യം തന്നെയാണ് പറഞ്ഞത്. ജനാധിപത്യ സർക്കാരാണ്, അതനുസരിച്ച് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അത്തരമൊരു ജനാധിപത്യ സർക്കാരിൻ്റെ തീരുമാനമാണോ ഈ വിഷയം? അത് സുരേഷ് ബാബു ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞതിൽ 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അറിവില്ല ഈ വിഷയത്തില്, അതായത് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിവില്ല. അദ്ദേഹത്തിന് അറിവില്ലാത്ത കാര്യം പറഞ്ഞു തരാം. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ആരുടെയും നിർബന്ധങ്ങൾക്ക് വഴങ്ങില്ല, സർക്കാരിന് നട്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ പറയരുതായിരുന്നു. പൊതു സംവിധാനത്തിൽ നമുക്കറിയാമല്ലോ, ഈ സമസ്ത പോലെയുള്ള സംഘടനകളുടെ ഒക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഈ സർക്കാർ മുമ്പോട്ട് പോയില്ല. പല വിഷയങ്ങളിലും പിന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തില് സമസ്തയുടെ നേതാവ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജിഫ്രി കോയ തങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു എന്ന സമസ്തയുടെ നേതാവ് തന്നെയാണ് പരസ്യമായിട്ട് പറഞ്ഞത്. മാത്രമല്ല നിർബന്ധമില്ല, ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ആദ്യം ഒരു നിലപാടെടുക്കുക, പിന്നീട് ഈ സംഘടിത മതവിഭാഗങ്ങൾ കണ്ണുരുട്ടുന്ന സമയത്ത് നേരെ മറിച്ചൊരു നിലപാടെടുക്കുക. നേരെ മറിച്ച് 3-4 എന്താ പറയാ, ഞാൻ ചില വാക്കുകൾ ചർച്ചയോട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, അത്രയേറെ ബുദ്ധിമുട്ടുണ്ട് ആലോചിക്കുന്ന സമയത്ത്. അങ്ങനെയുള്ള ചില കുട്ടി നേതാക്കന്മാരുടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേജിലൂടെ അദ്ദേഹം പുറത്തുവിടുന്നു, ഇത് ഇവിടുത്തെ ഒരു കാരണവശാലും അനുവദിക്കത്തില്ല, വടക്കേ ഇന്ത്യ UP ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ തൊട്ട് പുറകെ വരുന്നു. അത് ഈ സൈബർ വിങ് മുഴുവൻ ഏറ്റുപിടിക്കുന്നത് മാത്രമാണോ? ഒരു മതവിശ്വാസത്തെ, ആചാരത്തെ, രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ പരിപൂർണമായി അവഹേളിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കടന്നലുകൾ ഇളകുകയാണ്. സുരേഷ് ബാബു മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഈ അമിത്ഷാ വന്നപ്പോ എന്തോ പറഞ്ഞു, അതുകൊണ്ട് ഇപ്പൊ ഈ അവസാനമായിട്ടുണ്ടാകുന്ന പലതും ഇങ്ങനെ ചില കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളാണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം, 100 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS. ഭാരതീയ വിദ്യാനികേതൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനം കേരളത്തിലെ 360 വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്, സൈനിക് സ്കൂൾ ഉൾപ്പെടെ. താങ്കളുടെ സ്വന്തം ജില്ലയിൽ, താങ്കൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല, താങ്കളുടെ ജില്ലയിൽ താങ്കൾ അന്വേഷിച്ച് നോക്കുക. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. മാവേലിക്കരയിൽ ഈ പറയപ്പെടുന്ന വിദ്യാലയം, ഈ വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ വിദ്യാലയം, 2800ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഇല്ലാത്ത എന്ത് പരാതിയാണെന്നേ, ആരുടെ പേരിലാണെന്നേ ഈ പരാതി അല്ലെങ്കിൽ കേസെടുത്തിരിക്കുന്നത്. 100 വർഷമായിട്ട് സംഘം പ്രവർത്തിക്കുന്നു. 50 വർഷക്കാലമായി വിദ്യാനികേതൻ, ഈ 48 വർഷമായി, അതായത് 2027 ആകുമ്പോൾ 50 വർഷമാകുന്നു. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പിന്നെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ വേണ്ടി അമിത്ഷാ ഇന്നലെ വന്ന് തുടങ്ങിയതാണ് ഗുരുപൂർണിമ എന്നൊക്കെ പറയുന്നത് കാലാകാലങ്ങളായി, ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തിടത്തോളം കാലപ്പഴക്കമുള്ള ഒരു വലിയ പ്രോസസ്സിന്റെ ഭാഗമായി നടന്നു വന്നതാണെന്നേ. ഇടക്കാലത്ത് ഇതൊക്കെ മറഞ്ഞു പോയിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ ആ സമയത്ത് ദേശവിരുദ്ധ ശക്തികൾക്ക് ഭാരതത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. സ്വത്വത്തെക്കുറിച്ച് ഭാരതീയൻ മറന്നുപോയിട്ടുണ്ട്. ഇവയെല്ലാം തിരികെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ശാരീരിക, യോഗ, നൈതികം, സംസ്കൃതം, സംഗീതം, ഇങ്ങനെ 5 പഞ്ചാംഗ ശിക്ഷണം, ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പഞ്ചാംഗ ശിക്ഷണത്തിലൂടെയാണ് ഭാരതീയ വിദ്യാനികേതൻ കഴിഞ്ഞ 48 വർഷക്കാലം ഒരു സമാന്തര വിദ്യാഭ്യാസ രൂപീകരിച്ച് പരിപൂർണമായി വിജയിപ്പിച്ച് ഇത്രയേറെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പിന്തുണയോടുകൂടി ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്, ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് കേരളം എന്നൊക്കെ ഇവർ പറയുന്നത് ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് പഞ്ചാംഗ ശിക്ഷണം എന്ന് ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് ആണ് NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ പഞ്ചപതി എന്ന് പറയുന്നത്. ഈ കേരളത്തിന്റെ പേര് ചിലപ്പോൾ നാളെ 5 ഫിംഗേഴ്സ് കൊണ്ട് അവർ മാറ്റിയേക്കുമായിരിക്കും. എന്താണെങ്കിലും അതെല്ലാം ഇവിടെ പഠിപ്പിക്കേണ്ടി വരും. ഇതിനനുസരിച്ച് ഇന്ന് കാലം ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ പറഞ്ഞത് ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഒന്നുമല്ല. സനാതനം
ചിരപുരാതനമാണ്, അതിനോടൊപ്പം തന്നെ നിത്യനൂതനമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതൊക്കെ അംഗീകരിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. പിന്നെ വെറുതെ ആരെങ്കിലും ഒക്കെ ഇറക്കി മുമ്പ് പറഞ്ഞ പ്രത്യയശാസ്ത്രപരമായ വിഷയത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ച് പോകേണ്ടതായിട്ടുണ്ട്. SFI പരസ്യമായിട്ട് ക്യാമ്പസിൽ വെച്ച ബോർഡാണ് ഫക്ക് നാഷണലിസം. ഫക്ക് നാഷണലിസം. ഞാൻ ഈ വാക്ക് അങ്ങനെ തന്നെ പറയാൻ വിഷമമുണ്ട്. ഇത് പക്ഷെ പരസ്യമായി എഴുതി വിട്ടു. ഇതെന്താണ്? ഈ ഹെർബർട്ട് മാർക്രൂസിന്റെ ഒക്കെ സെക്ഷൽ റെവല്യൂഷൻ എന്ന് പറയുന്ന തിയറിയെ ഉൾക്കൊണ്ടിട്ട് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ എഴുതി ലൈംഗിക വേശ്യയുടെ ചിത്രങ്ങൾ വരച്ച് ഇങ്ങനെ ഒരു താലി പൊട്ടിക്കൽ സമരം ഇവിടെ നടന്നു. ഇത് ഇവര് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ഈ കൾച്ചറൽ മാർക്സിസ്റ്റുകൾ, വോക്കിസ്റ്റുകൾ ഈ രാജ്യത്തുടനീളം താലി ഉത്തരിക്കൽ സമരം, ചുംബന സമരം, ഇത്തരത്തിലുള്ള ഈ അപരിഷ്കൃതങ്ങളായ രീതിയിൽ ആളുകളെ തമ്മിലടിക്കുന്ന രീതിയിൽ ഓരോ പരിപാടികൾ സംഘടിപ്പിച്ചതിന് അതിന് സൈദ്ധാന്തികപരമായ ഒരു പിന്തുണ നൽകാൻ ഇതുപോലുള്ള സംഘടനകൾ വരും. ഇന്നിപ്പോൾ ഇത് പരസ്യമായി വിദ്യാഭ്യാസ വകുപ്പിനോട് നേരിട്ട് പരാതി കൊടുക്കുന്നു, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മുമ്പ് അഭിപ്രായം സൂചിപ്പിച്ച ഒരു വ്യക്തി പറഞ്ഞതുപോലെ ആർക്കും ഈ രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കണം. ഇത് വെറും ഒരു 2 ദിവസം കുള പോലെ വന്ന് പോകാനുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ കുളകളെ കൊണ്ടുവരുന്നത് മറ്റു പലതും മറയ്ക്കാനാണെന്നും മറ്റു പലരെയും സന്തോഷിപ്പിക്കാനാണെന്നും മനസ്സിലാക്കുന്നിടത്താണ് ഇവരുടെ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദയവ് ചെയ്ത് നിങ്ങളുടെ ചീഞ്ഞു നാറുന്ന രാഷ്ട്രീയത്തിന്റെ ഭാരം പേറുവാൻ വേണ്ടിയിട്ട് ഈ നാടിന്റെ സംസ്കൃതിയെ, സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കരുത്. അതൊരു വലിയ വിഭാഗം ദേശസ്നേഹികളായ ആളുകളുടെ ഉള്ളിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കും. ആ കൊച്ചുകുട്ടി സുരേഷ് ബാബുവിനോട് പറഞ്ഞില്ലേ, ആ കൊച്ചുകുട്ടിയുടെ വീഡിയോ അദ്ദേഹം കണ്ടില്ലേ? ആ കുട്ടി എത്ര മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ കാര്യം പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ മാതാപിതാക്കൾക്ക് ഇല്ലാത്ത പരാതി, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു വിഭാഗത്തിനെതിരെ പരസ്യമായി സംസാരിക്കുക, ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു വലിയ പൊതുസമൂഹം ഈ നാട്ടിൽ ഉയർന്നു വന്നു കഴിഞ്ഞു. അതിശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുക തന്നെ ചെയ്യുന്നതാണ്. ശരി, ശ്രീ PM സുരേഷ് ബാബുവിലേക്ക് എത്താം. അതിനു മുൻപ് മലപ്പുറം തിരൂരിൽ നിന്നും സുബ്രഹ്മണ്യൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് എന്താണ്? നമസ്തേ, ഞാൻ സുബ്രഹ്മണ്യനാണ്. എനിക്ക് ഈ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധ പരിപാടികൾ ഇടതുപക്ഷം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികൾ എന്ന് പറയുമ്പോൾ അത് കൃത്യമായും ഭാരതീയ സംസ്കാരത്തിന് വിരുദ്ധമാണ്. ഇന്നും ഹൈന്ദവ ജനവിഭാഗങ്ങൾ അടക്കമുള്ള ജനങ്ങൾ സ്വന്തം പ്രധാനപ്പെട്ട പല കർമ്മങ്ങളിലും സ്വന്തം മാതാപിതാക്കന്മാരുടെ കാല് തൊട്ട് വന്ദിച്ചുകൊണ്ടാണ് വിവാഹ ചടങ്ങുകൾക്ക് ഇറങ്ങുന്ന വധുവായാലും വരനായാലും അതുപോലെ തന്നെ വിദേശ യാത്രകൾക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളും മരുമക്കളും എല്ലാവരും അവരുടെ രക്ഷിതാക്കളുടെ കാല് തൊട്ട് വന്ദിച്ചുകൊണ്ടാണ് ഈ ശുഭയാത്രകൾക്കും പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. എന്തിനേറെ നമ്മുടെ സർക്കാർ പരിപാടികളിൽ ഇപ്പോൾ പലരും നിഷേധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മിസൈലുകൾ വിടുമ്പോൾ, പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും തേങ്ങ അടിച്ച് പ്രാർത്ഥിച്ച് ഹൈന്ദവ ആചാരം, ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായ സംസ്കാരത്തിലൂടെ ഊന്നിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ തൊഴുതു എന്നുള്ളത് അദ്ദേഹത്തിന് ജന്മനാൽ കിട്ടിയ ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്, ആചാരത്തിന്റെ ഭാഗമാണ്. അതിനെ പോലും ചോദ്യം ചെയ്ത് നിഷേധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗം, അത് ഉൾക്കൊള്ളുന്ന മറ്റൊരു ജനസമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ചൂട്ട് കത്തിക്കുന്ന, ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന, ഹൈന്ദവ സംസ്കാരത്തെ നിഷേധിക്കുന്ന ഈ നിലപാട് ഒരു മതേതര ഗവൺമെന്റ് എന്ന നിലയിൽ ഇടതുപക്ഷം പിന്തുടരുന്നത് ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന്, ലോകത്തിന് തന്നെ നാശത്തിനാണ്. കേരളത്തിൽ തന്നെ ഇന്നാളൊരു ചിത്രം കണ്ടു, കേരളത്തെ ഒരു കോണകമാക്കി മാറ്റിക്കുന്ന അതേ അവസ്ഥയാണ്. കേരളം കൂടി നശിച്ചാൽ, കേരളം കൂടി നഷ്ടപ്പെട്ടാൽ അതോടുകൂടി തീർന്നു. അതിനു വേണ്ടിയിട്ട് എന്ത് ആഭാസത്തരവും ആരുടെ എന്താ പറയാ ഗുഹ്യഭാഗവും നക്കുന്ന പരിപാടിയാണ് ഇന്ന് CPM, പ്രത്യേകിച്ച് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചെയ്യുന്നത്. അങ്ങേയറ്റം ജുഗുപ്സാവഹമായ ഈ നിലപാടിനെതിരെ ഞാൻ വളരെ ശക്തമായി പ്രതികരിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീ സുബ്രഹ്മണ്യൻ പ്രതികരിച്ചതിന്. ശ്രീ PM സുരേഷ് ബാബു, മൂല്യങ്ങളെ എതിർക്കുന്നത് എന്തിനാണ്? ജീവിതത്തിൽ നമ്മുടെ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന മൂല്യങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? ഇപ്പോഴുള്ള യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം താങ്കളുടെയും ശ്രദ്ധയിലുണ്ട്.
ലഹരിക്ക് അടിമയാകുന്ന ഒരു സമൂഹം, ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ അത് അത്രമാത്രം അരാജകത്വം വാഴുന്ന ഒരു തലമുറയുടെ കൊച്ചു കുഞ്ഞുങ്ങളെ അവർക്ക് ചില മൂല്യബോധങ്ങൾ കൂടി പറഞ്ഞു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തെറ്റ്? അത് മൂല്യബോധം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതൊരാപേക്ഷിക സൈദ്ധാന്തികത്വമാണ്. ഇതാണ് മൂല്യം എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. എല്ലാത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ സ്വതന്ത്രതയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗം അവർക്ക് രുചികരമാണെന്ന് തോന്നുന്ന തരത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ തരം പാദപൂജകളും അതുപോലെയുള്ള കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനോട് യോജിക്കുന്ന ആളുകളും യോജിക്കാത്ത ആളുകളുമുണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. ആ യോജിക്കുന്ന ആളുകളാണ് ഇന്നിവിടെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ യോജിക്കുന്ന ആളുകൾ അതിനോട് എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ആ കമ്മിറ്റ്മെൻ്റ് അവർ നടപ്പാക്കട്ടെ. അതൊന്നും അല്ലാത്ത വിവാഹങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വിവാഹത്തിന് പോകുമ്പോൾ, ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്രഹ്മണ്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതല്ലാതെ റെഡ് വളണ്ടിയർമാർക്ക് റെഡ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് വിവാഹം നടത്തുന്നതും നമ്മളെ സമൂഹത്തിലുണ്ട്. ഒന്നും പറഞ്ഞ് ടാറ്റ പറഞ്ഞുകൊണ്ട് വിദേശത്തേക്ക് പോകുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെ സമൂഹദ്രോഹികളാണ് എന്ന സങ്കല്പം എനിക്കില്ല. അവരവർക്ക് യോജിക്കുന്ന മൂല്യബോധത്തോടു കൂടിയുള്ള സംയോജനമാണ് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ അഭികാമ്യമായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് പാദപൂജ നടത്തിപ്പിക്കുന്നത് ശരിയല്ല എന്ന സമീപനമുള്ള ആളുകൾ അതിനനുകൂലമായി പ്രചാരണം നടത്തും. അത് ശരിയാണ് എന്ന് തോന്നുന്ന ആളുകൾ, അങ്ങനെ വേണം എന്ന് തോന്നുന്ന ആളുകൾ അതിനനുകൂലമായി പ്രചാരണം നടത്തും. എന്നിട്ട് സമൂഹം അതിനെ ഉൾക്കൊള്ളുന്നോ ആ ഉൾക്കൊള്ളുന്നതിനെ നമുക്ക് സ്വീകരിക്കാവുന്നതല്ല, അവർക്ക് സ്വീകരിക്കാം. അതല്ലാതെ ഇതിനെ വിമർശിക്കാനേ പാടില്ല. ഇതൊന്നും തെറ്റാണെന്നോ അല്ലെങ്കിൽ ശരിയല്ലാത്തതാണെന്നോ പറയാനേ പാടില്ല. പറഞ്ഞു പോയാൽ ലോകത്തിന് തന്നെ നാശമാണ് എന്ന ചിന്താഗതി അങ്ങനെ നശിപ്പിക്കാൻ മാത്രം കഴിവെന്നുള്ള ആർക്കും ഇല്ലെന്നേ. ഇവിടെ സമൂഹത്തിനുമില്ല, ആൾക്കുമില്ല, പാർട്ടിക്കുമില്ല, വ്യക്തികൾക്കുമില്ല. സമൂഹം അതുപോലെ നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ ശ്രീ പി എം സുരേഷ് ബാബു, വിദ്യാലയങ്ങളിലൊക്കെ രാവിലെ കുഞ്ഞുങ്ങൾ വന്ന് പഠനം തുടങ്ങുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയും ഒഴിവാക്കുമോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെയൊന്നും ഒരു അജണ്ട ഒരു ഭരണകൂടത്തിനും ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ ഭരണകൂടത്തിൽ അതൊന്നും ഇല്ല. അസംബ്ലിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, നന്ദിയുണ്ട്, അതൊക്കെ ഉണ്ടാകും. അതിലിപ്പോൾ ഒരു മതത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവുകയില്ല. ആ മതത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവുകയില്ല. അല്ലാത്ത പ്രാർത്ഥനകളുണ്ടല്ലോ. നാം എല്ലാം ഒന്നാണ് എന്നൊക്കെ തുടങ്ങുന്ന കവിതകൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകുന്നതാണ് നല്ലത്. അങ്ങനെയാണ്. അതാണ് പ്രശ്നം. ഞാൻ താങ്കൾ പ്രവർത്തിച്ച സംഘടന ആയിരിക്കുമല്ലോ SFI. എന്തിനാണ് സംസ്ഥാന സമ്മേളനത്തിൽ പ്രത്യേക മറകെട്ടി നിസ്കാരത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ട അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ വൺ സൈഡഡ് ആകുന്നിടത്താണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആർക്കാ പ്രശ്നം? മതനിരപേക്ഷതയുടെ രാജ്യമാണ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് അംഗീകരിക്കാം. റെഡ് സല്യൂട്ട് കൊടുത്തിട്ട് കല്യാണത്തിന് പോകുന്നവരുണ്ട്, കമ്മ്യൂണിസ്റ്റ് അല്ലാന്ന് എഴുതി കൊടുത്തിട്ട് അമേരിക്കയ്ക്ക് പോകുന്നവരുണ്ട്. ഇത് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. അതിനനുസരിച്ച് ഇവിടെ എല്ലാവരും ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തെ മുഴുവൻ അവഹേളിക്കണമെന്ന് പറയുന്നതാണോ? ആ അധ്യാപകന്റെ ഫോട്ടോ കാണിച്ച് നിരന്തരമായിട്ട് പാദം കഴുകിപ്പിച്ചവൻ എന്നും പറഞ്ഞ് ആ അധ്യാപകന്റെ ഫോട്ടോ വെച്ചിട്ട് ഈ സൈബർ സഖാക്കളും ഈ കലവിലക്കൂട്ടങ്ങളെല്ലാം കൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യനെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാമോ? പാദപൂജ ചെയ്യുന്ന കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അതിനെ അപമാനിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇതിനൊന്നും യോജിക്കുന്നവരല്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാർവാകനെയും കണാദനെയും അംഗീകരിച്ച നാടായത്. അവർ നിരീശ്വരവാദികളായിരുന്നു, അവർ ഹിന്ദുത്വത്തിന്റെ വക്താക്കളൊന്നും അല്ലായിരുന്നല്ലോ. അങ്ങനെയുള്ളവരെ പോലും മഹർഷി എന്നും ആചാര്യനെന്നും വിളിച്ച് ബഹുമാനിച്ച പാരമ്പര്യമുള്ള നാടായത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ചിലന്തിയെ ഗുരുവായിട്ട് അംഗീകരിച്ചതാണ്. അതേപോലെ കടലിനെ ഗുരുവായിട്ട് അംഗീകരിച്ചതാണ്. മതഗ്രന്ഥത്തെ ഗുരുവായിട്ട് അംഗീകരിച്ച നാടാണിത്. അപ്പോൾ ഗുരുവിന്റെ സങ്കല്പമൊക്കെ വളരെ ഉദാത്തമായ സങ്കല്പം, മഹത്തായ സങ്കല്പം. ഇതിനെതിരെ ആരാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ നാടിന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അവർ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്.
എവിടെയൊക്കെയാണോ ഉണ്ടായിരുന്നത് ഈ പ്രത്യയശാസ്ത്രം മുഴുവൻ തൂത്തുകൂട്ടി അവസാനം അറബിക്കടലിന്റെ തീരത്ത് കൊണ്ടിട്ടൊരു മാലിന്യത്തെ പോലെ കിടക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചതാണെന്ന് നിങ്ങൾ പുനർവിചിന്തനം നടത്തേണ്ടതാണ്. വീണ്ടും വീണ്ടും മതപ്രീണനം നടത്തിക്കൊണ്ട് മുമ്പ് ഞാൻ പറഞ്ഞ മാറ്ററിൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകാൻ സാധ്യതയില്ല. SFIയുടെ സമ്മേളനത്തിലാണ് നിസ്കാരത്തിനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. അല്ല, ചില കോളേജുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ ഒരു കർട്ടൻ തന്നെയുണ്ട്. അത്തരത്തിൽ പഠിപ്പിക്കുന്ന ചില കോളേജുകളുണ്ട്. വിഷയങ്ങൾ ഇവർക്ക് വിഷയമേ അല്ല. മദ്രസകളിൽ നടക്കുന്ന നിരന്തരമായ പീഡനങ്ങളെ കുറിച്ച് ഒരു അത് മാത്രമല്ല, വളരെ വളരെ രസകരമായ ശ്രീ അരുൺ മോഹൻ, ഞാൻ ഒന്നിടപെട്ട് പറയുകയാണ്. ശ്രീ PM സുരേഷ് ബാബുവിനോട് താങ്കൾ പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥിതി എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. KSRTC വിജിലൻസിന്റെ റിപ്പോർട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും അല്ലേ? കണ്ടക്ടർ ഡ്രൈവറോട് സംസാരിച്ചതിന് അവിഹിതം എന്നാരോപിച്ചുകൊണ്ട് കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു. വനിതാ കണ്ടക്ടർ അതായത് ഡ്രൈവറോട് സംസാരിച്ചതിൽ അവിഹിതം ആണ് KSRTC വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവം വിവാദമായി. ആ ഓർഡർ പൊതുസമൂഹത്തിൽ എത്തിയപ്പോഴേക്കും അത് പിൻവലിച്ചു. താങ്കൾ ഈ പറഞ്ഞ ജനാധിപത്യ ബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് തന്നെ കാണുകയാണ്. താങ്കളിലേക്ക് എത്താം. അതിനു മുൻപ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ അഭിപ്രായം പറയുന്നതിനായി ചേരുന്നുണ്ട്. പറയൂ, താങ്കളുടെ പേര്, അഭിപ്രായം പറയും. നമസ്കാരം, ശ്രീറാമാണ് സംസാരിക്കുന്നത്. ഈ ഗുരുപൂജ എന്ന് കുട്ടികൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. ഇറ്റ്സ് കുട്ടികൾ എത്രയൊക്കെ സ്കൂളിൽ പഠിച്ചാലും ഇറ്റ്സ് നോട്ട് അബൌട്ട് നോളജ്, ഇറ്റ്സ് ഓൾ അബൌട്ട് വിസ്ഡം. വിസ്ഡം വരാൻ നമ്മൾക്ക് ഹമ്പിൾ ആവണം. ഹമ്പിൾ ആവാൻ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരാളുടെ കാല് തൊട്ട് നമസ്കരിക്കുമ്പോഴും ഒക്കെ കിട്ടുന്നത്, കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ആക്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ടു ബിക്കം ഹമ്പിൾ. So more than spirituality, more than all these Hindu religious things and all, it's more about how to become a better person. So അതിനാണ് ഈ ഒരു ചെറിയ ചെറിയ ആക്ടുകളൊക്കെ കുട്ടികളെ സഹായിക്കുന്നത്. There is no point in telling something against this. So ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതെ, വളരെ നന്ദി ശ്രീറാം പ്രതികരിച്ചതിന്. ശ്രീ PM സുരേഷ് ബാബു, മറുപടിയുണ്ടോ? ചില കോളേജുകളിൽ ഇത്തരത്തിൽ ആൺ പെൺ വ്യത്യാസത്തോട് എനിക്കൊരു മറുപടി. ശരി, പറയും. അതോടൊപ്പം അരുൺ മോഹൻ ചോദിച്ച ഒരു ചോദ്യവും കൂടിയുണ്ട്. മറുപടിയൊക്കെ ഉണ്ട്. എനിക്ക് തന്ന സമയത്തേക്ക് അതെ, അരുൺ മോഹൻ പെട്ടെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം ഫോണിലാണോ സംസാരിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഫുള്ളായിട്ട് കൃത്യമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് ഭാഗങ്ങളെ ഞാൻ കേട്ടുള്ളൂ. നിങ്ങൾക്കത് എനിക്കൊന്ന് വിശദീകരിച്ചു തരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. അതെ, അദ്ദേഹം പറഞ്ഞത് SFI സമ്മേളന വേദിയിൽ നിസ്കാരത്തിനുള്ള സ്ഥലമൊരുക്കിയത് എന്തിനായിരുന്നു എന്നുള്ളതാണ്. അതാണെങ്കിൽ അതിന് മറുപടി പറയാൻ ഞാൻ ശക്തനല്ല. കാരണം ഞാൻ SFIക്കാരനല്ല. SFIയുടെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ആളുമല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശയത്തിനോടുള്ള യോജിപ്പുള്ള ആളാണെങ്കിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും നിസ്കാരത്തിന് സ്ഥലമൊരുക്കിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല. എനിക്കതിന് മറുപടിയുമില്ല. ആണെങ്കിൽ തന്നെ SFI ശീലിച്ചു വരുന്ന, SFI പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ SFI കുട്ടികളിൽ യുവതലമുറയിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആശയത്തിന് വിരുദ്ധമായ ഒരു സമീപനമാണത് എന്ന് പറയാൻ എനിക്ക് മടിയുമില്ല. അതൊരു വശത്ത് നിൽക്കുന്നു. അതാണ് ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ഇത് വസ്തുത ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കലോത്സവത്തിന് ബാങ്ക് വിളിച്ചതോ? കലോത്സവ വേദിയിൽ പരിപാടി നിർത്തിവെച്ച് ബാങ്ക് വിളിച്ചതോ സർക്കാർ പരിപാടിയാണല്ലോ. അതോ താങ്കൾ SFIക്കാരനല്ല, ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിൽ അത് ശരിയാണോ? ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലും അത്തരം ഒരു സംഭവം ഉണ്ടായി. പഞ്ചായത്ത് മീറ്റിംഗിനിടയിൽ ഇത്തരത്തിൽ മതാചാര പ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്ക് സമയം കൊടുത്തു. ഒരു പ്രത്യേക മുറി തന്നെ അതിനായി ഒരുക്കി കൊടുത്തു. നമ്മുടെ ചർച്ചയുടെ സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഞാൻ കടമെടുക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞു അങ്ങനെ SFI സമ്മേളന വേദിയിൽ നിസ്കാര മുറി ഉണ്ടാക്കിയെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ
ഞാൻ ശക്തനല്ല എന്നുള്ളത്. അതുതന്നെയാണ് നമ്മുടെ സർക്കാരിൻ്റെ പ്രശ്നവും. കൃത്യമായി ഏതിനെതിരെയാണോ സംസാരിക്കേണ്ടത്, പക്ഷേ നിർഭാഗ്യവശാൽ അതിനെതിരെ സംസാരിക്കാൻ ശക്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് സൂംബ ഡാൻസ് വിവാദവും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിവാദവും അതോടൊപ്പം സ്കൂൾ സമയമാറ്റം അനുസരിച്ചുള്ളതിനുമൊക്കെ ശക്തിയില്ലാതെ, ശക്തമായ അഭിപ്രായങ്ങളില്ലാതെ സർക്കാർ നിലപാട് മാറ്റം വരുത്തുന്നത്. പക്ഷേ എവിടെയൊക്കെ ഗുരുപൂജ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നിരീക്ഷിച്ച് അതിനെതിരെ വാതോരാതെ പ്രചാരണങ്ങൾ നടത്താൻ അവർ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.